5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ വൺ റോഡ് ഷോ നടത്തി. അവരിപ്പോൾ വയനാട് MP കൂടെയാണ്. ഈ റോഡ് ഷോ കടന്ന് അവർക്കൊരു വലിയ അപ്പർ ഹാൻഡും അപ്ലാസും കയ്യടിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരവിടെ ഒരു പ്രസ്താവന നടത്തി. അവർ നടത്തിയ പ്രസ്താവന കറക്റ്റാണ്. പ്രസ്താവന നമുക്ക് കുറ്റം പറയാറില്ല. കാരണം ഇലക്ഷനോട് അടുത്ത സമയത്താണ് പെൻഷൻ്റെ പൈസ കൊടുക്കാൻ തീരുമാനിച്ചത്. ഒന്നുകിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുമെന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഇലക്ഷൻ്റെ 4 ദിവസം കഴിഞ്ഞ്, ഇപ്പോൾ 3 ദിവസമല്ലേ ഉള്ളൂ ഇലക്ഷൻ, 3 ദിവസം കഴിഞ്ഞ് കൊടുക്കാം. അപ്പോൾ ഇലക്ഷൻ്റെ ഇടയ്ക്ക് വെച്ച് കൊടുക്കുമ്പോൾ അതൊരു ഇലക്ഷൻ്റെ ഒരു ക്യാമ്പയിൻ്റെ ഇടയ്ക്ക് വെച്ച് കൊടുക്കുന്നത് വോട്ടർമാരെ സ്വാധീനിക്കാനാണ്. എന്തുകൊണ്ട് നിങ്ങൾ നേരത്തെ കൊടുത്തില്ല എന്നൊരു ചോദ്യം പ്രിയങ്ക ഗാന്ധി ചോദിച്ചിട്ടുണ്ട്. അത് KC വേണുഗോപാലും നേരത്തെ ഒരു വലിയ ഇതുപോലെ വിവാദമായ ഒരു പ്രസ്താവന ഇറക്കി. പെൻഷൻ എന്ന് പറയുന്നത് ഒരു കൈക്കൂലിയായിട്ടാണ് കേരളത്തിൽ പലപ്പോഴും ഇടതുപക്ഷം കണ്ടിരിക്കുന്നത്. അതൊരു സേവന പ്രവർത്തനമായിട്ടോ സർക്കാരിൻ്റെ ഒരു ക്ഷേമ പ്രവർത്തനമായിട്ടോ അല്ല, ഒരു കൈക്കൂലിയായിട്ട് നിങ്ങൾക്ക് വോട്ട് തരണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് തരണമെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾ തരുന്നത് ആ കൈക്കൂലി തരുന്നു നിങ്ങൾക്ക് വോട്ട് ചെയ്യാനെന്നുള്ള നിലയിലാണ് KC വേണുഗോപാലിൻ്റെ ഒരു പ്രസ്താവന. അത് വലിയ വ്യാപകമായ പ്രതിഷേധമുണ്ടായി. പെൻഷൻ വെട്ടുന്ന അമ്മമാരും സഹോദരിമാരും അല്ലെങ്കിൽ ആളുകളൊക്കെ നിലമ്പൂരൊക്കെ ഇറങ്ങി വലിയ പ്രതിസന്ധി ഉണ്ടാക്കി, പ്രതിഷേധം നടത്തി, വലിയ ബഹളം ഉണ്ടാക്കി. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി വന്നു. അപ്പോൾ പ്രിയങ്ക ഗാന്ധി ഇത് പറഞ്ഞപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ ഫോട്ടോകൾ വെച്ചുകൊണ്ട് സോഷ്യൽ വാളുകളിൽ FBകളിലൊക്കെ വരുന്ന പോസ്റ്റ്, അതാണ് ഞാൻ സൂചിപ്പിക്കാൻ വന്നത്. പോസ്റ്റുകൾ, നിങ്ങളുടെ ഭർത്താവ് റോബർട്ട് വധേര ബോണ്ട് വാങ്ങിച്ചില്ലേ, അതാണ് കൈക്കൂലി, ഇത് കൈക്കൂലിയല്ല, ഇത് ഞങ്ങൾ നേരത്തെ കൊടുക്കാത്തത് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു, ഇപ്പോഴാണ് ഞങ്ങൾ കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വലിയ തള്ളിമറിക്കലുകളാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും രണ്ട് ഭാഗത്തും പ്രശ്നങ്ങളുണ്ട്. എന്തുകൊണ്ട് എല്ലാ മാസവും ഒരു പെൻഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മറ്റെന്തെല്ലാം മുടങ്ങിയാൽ അവർക്ക് 1600 രൂപയാണ് കൊടുക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു പ്രായമുള്ള ഒരാളിന് 1600 രൂപ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പൈസ അല്ലത്, വളരെ ചെറിയ തുകയാണ്. കാരണം അവർക്ക് അവരുടേതായ മരുന്ന് വാങ്ങാനുണ്ടാവും, നല്ല ആളുകൾക്ക് മരുന്ന് വാങ്ങണം, മറ്റ് മുറുക്കാൻ തിന്നുന്നവരുണ്ട്. ചെറിയ തോതിൽ, ഞാൻ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല, എന്നാലും ചെറിയ തോതിലൊക്കെ മദ്യപിക്കുന്നവരുണ്ട്, സിഗരറ്റ് വലിക്കും, ഇതിലൊന്നും നമ്മൾ അനുകൂലമല്ല. പക്ഷേ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ചെയ്യുന്നവർക്ക് പൈസ വേണമല്ലോ. അതുപോലെ തന്നെ ചിലർ വാടക വീട്ടിൽ താമസിക്കുന്നു, ചിലർക്ക് ഡ്രസ്സ് എടുക്കണം, ചിലർക്കാണെങ്കിൽ വയസ്സാകുമ്പോൾ അവരെ മക്കൾക്കൊക്കെ എന്തെങ്കിലും കൊടുക്കണം. ഇതിനെല്ലാം അവർ കാത്തിരിക്കുന്നത് ഈ പെൻഷനെയാണ്. ആദ്യം ഇങ്ങനെ 5 മാസം, 10 മാസം, 18 മാസം, 20 മാസമൊക്കെ തടഞ്ഞു വെച്ചതിന് ശേഷം, അല്ലെങ്കിൽ കൊടുക്കാതിന് ശേഷം ഒന്നിച്ചില്ല മലവെള്ളം പോലെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പൈസ കിട്ടിയില്ലേ, ഒന്നിച്ച് കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കും. ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാതെ ചോറ് ചോദിക്കുന്നവന് ചോറ് കൊടുക്കാതെ വൈകിട്ട് ബിരിയാണി കൊടുത്തതെന്ന് പറയുന്ന ഒരു തിയറിയുണ്ട്. അത് ശരിയല്ല. കാലാകാലങ്ങളിൽ എല്ലാ മാസവും മറ്റെന്തെല്ലാം മുടങ്ങിയാലും ശമ്പളം മുടങ്ങുന്നില്ലല്ലോ. ശമ്പളം കൃത്യമായി കൊടുക്കുന്നുണ്ടല്ലോ. ഇവിടെ മന്ത്രിമാരുടെ ശമ്പളം മുടങ്ങുന്നുണ്ടോ, IAS ശമ്പളം മുടങ്ങുന്നുണ്ടോ, സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം മുടങ്ങുന്നുണ്ടോ? എന്താ ക്ഷേമ പെൻഷന് മാത്രം ഇങ്ങനെ ഒരു ആരും ചോദിക്കാനില്ലാത്തതുണ്ട്, പറയാനില്ലാത്തതുണ്ട്. അപ്പോൾ ക്ഷേമ പെൻഷൻ എല്ലാ മാസവും കൃത്യമായി അല്ലെങ്കിൽ കൊടുക്കരുത്. ഇതൊരു ദാനം കൊടുക്കലാണോ, ഇത് കൈക്കൂലി കൊടുക്കലാണോ? ഒന്നുമല്ലല്ലോ. ക്ഷേമ പെൻഷൻ വളരെ കൃത്യമായി പ്രഖ്യാപിച്ചാൽ ആ തുക എല്ലാ മാസവും 5-ാം തീയതിക്ക് ഒരു ഡേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ ആളുകളുടെ അക്കൗണ്ടിൽ എത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തണം. ഗവൺമെൻറ്, ഏത് ഗവൺമെൻറ് ആയാലും അതൊരു ഔദാര്യമൊന്നുമല്ല. കാരണം എല്ലാ ഗവൺമെൻറ്റുകളും, ഇത് കാലാകാലങ്ങളിൽ വന്നിട്ടുള്ള ഗവൺമെൻറ്റുകളെല്ലാം ഈ പെൻഷൻ സ്കീമുമായിട്ട് വന്നത് ആർ ശങ്കറിൻ്റെ കാലത്ത് തുടങ്ങിയതാണ്. ഇവരാരെങ്കിലും തുടങ്ങിയതാണോ? ആർ ശങ്കറിൻ്റെ കാലത്ത് തുടങ്ങി എല്ലാ ഗവൺമെൻറ്റുകളും ഇതിനകത്ത് പങ്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അവസാനം എത്തി നിൽക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്. അവരവർക്കുള്ള പങ്ക് അവരവർ എടുത്തോളൂ, യാതൊരു തർക്കവുമില്ല. പക്ഷേ പ്രശ്നം അതല്ല. ഇത് കൊടുക്കുന്നതൊരു ഔദാര്യമാണ്, ദാനമാണ്, പെട്ടെന്ന് പിടിച്ചോളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടല്ലോ, അതിനുവേണ്ടി ശ്രമിക്കരുത്. അപ്പോൾ ഇടതുപക്ഷം അതിന് പൊളിറ്റിക്കൽ മൈലേജിന് ശ്രമിക്കുന്നതും, അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി അങ്ങനെയാണെങ്കിൽ നേരത്തെ കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ ഒരു വിവാദം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. രണ്ടു കൂട്ടരും സംയമനം പാലിക്കണമായിരുന്നു. അപ്പോൾ ഉടനെ റോബർട്ട് വധേര എന്തുകൊണ്ട് കൈക്കൂലി കൊടുത്തു, അല്ലെങ്കിൽ അദ്ദേഹം അഴിമതിക്കാരനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭർത്താവിനെ വലിച്ചുകൊണ്ട് വന്നു. എന്തിനാണ്? പ്രിയങ്കയെക്കുറിച്ച് മറ്റൊന്നും പറയാനില്ലെങ്കിൽ പിന്നെ ഭർത്താവിനെ പിടിച്ചുകൊണ്ട് വരിക. ഭർത്താവ് രാഷ്ട്രീയക്കാരനല്ലല്ലോ, അദ്ദേഹം ബിസിനസ്സുകാരനല്ലേ. ബിസിനസ്സുകാരനാകുമ്പോൾ അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ആ ബിസിനസ്സിൽ നിൽക്കുന്ന ആളുകൾ അവരുടെ ലോകത്ത് വേറെയാണ്, അത് പൊളിറ്റിക്കൽ ലോകം അല്ലല്ലോ. അവിടെ വേറെ ലോകത്താണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അവിടെ ബോണ്ടുണ്ട്, അവിടെ മറ്റൊരുപാട് കാര്യങ്ങൾ കാണും. അതെടുത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ പടവും കൂടെ വെച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത് നല്ല രാഷ്ട്രീയമല്ല. കേരളത്തിൻ്റെ സോഷ്യൽ വാളുകളിൽ, അതുപോലെ തന്നെ FB പോസ്റ്റുകളിൽ മെറിറ്റ് കൊണ്ടടിക്കുക, അല്ലാതെ കാര്യങ്ങൾ കൊണ്ടടിക്കുക, ഫാക്റ്റ് കൊണ്ടടിക്കുക എന്നുള്ളതിനപ്പുറം പ്രിയങ്ക ഗാന്ധിയുടെ കുടുംബത്തെയൊക്കെ വലിച്ചിഴച്ച് റോബർട്ട് വധേരയുടെ ചിത്രമൊക്കെ വെച്ച് അദ്ദേഹം ബോണ്ടിൽ കൈക്കൂലി കൊടുത്തില്ലേ, അതുകൊണ്ട് പെൻഷൻ എന്ത് പറഞ്ഞുകൂടെ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഒരുതരം ചീപ്പായിട്ടുള്ള പൊളിറ്റിക്സാണ്. ആ പൊളിറ്റിക്സിലേക്ക് ആരും പോകരുത്. അത് വല്ലാത്തൊരു പോസ്റ്റാണ്. അതിലേക്കൊന്നും നമുക്ക് പോകണ്ട. നമുക്ക് കുറച്ചുകൂടി ഡീസൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്സിലേക്ക് പോകാം. നമുക്ക് മെറിറ്റിൻ്റെ അടിസ്ഥാനം, പൊളിറ്റിക്സിന് ഒരു മെരിറ്റുണ്ട്, പൊളിറ്റിക്സിന് ഒരു തത്വശാസ്ത്രമുണ്ട്, ഒരു എത്തിക്സ് ഉണ്ട്. അത് കൊണ്ടുപോകുക എന്നുണ്ട്. പ്രതിപക്ഷ ബഹുമാനമൊക്കെ നമുക്ക് വേണം. അപ്പോൾ ആ ബഹുമാനത്തോടു കൂടി വേണം കൊണ്ടുപോകാൻ. അല്ലാതെ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി കാളവിറ്റെന്ന് പറയുമ്പോൾ കയറെടുക്കുന്ന രീതിയിൽ ഉള്ള നാലാംകിട രാഷ്ട്രീയ പ്രവർത്തകർ, ചില ആളുകളൊക്കെ മൈക്ക് കിട്ടുമ്പോൾ വെച്ച് പ്രസംഗിച്ച് കീച്ചെന്ന് കണ്ടിട്ടുണ്ട്, ആളുകളെ കൈ കിട്ടാൻ. അങ്ങനെയുള്ള കീച്ചലുകൾ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്ന് ഇതുപോലത്തെ പോസ്റ്റുകളിൽ വരാൻ പാടില്ല. വളരെ ഉത്തരവാദിത്തപ്പെട്ട ചില ആളുകളിൽ നിന്ന്, രാഷ്ട്രീയ നേതൃത്വത്തിൽ നിൽക്കുന്ന
വളരെ ഉത്തരവാദിത്തപ്പെട്ട പലരുടെയും FB ഫോൾഡറിൽ ഇത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അത് ശരിയല്ല. അവർ അത്ര തരംതാണ രീതിയിൽ 4 വോട്ടിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും എതിരാളിയെ പറയുന്നതിന് വേണ്ടി അങ്ങനെ ഒരു കുടുംബത്തെ ഒന്ന് അധിക്ഷേപിക്കുന്നത് ശരിയല്ല. പ്രിയങ്ക ഗാന്ധി പറഞ്ഞതിനെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഡിബേറ്റ് ചെയ്യുക. അതിലേക്കാണ് നമ്മൾ കേരള രാഷ്ട്രീയവും നമ്മുടെ ചിന്തകളും പോകേണ്ടത്.